ഹേ എവ്രിവൺ നമുക്കിത് ഗ്രാൻഡ് മോസ്ക് വരെ ഒന്ന് പോയിട്ട് വന്നാൽ വെൽക്കം ടു മൈ ഡേ 2 ഇൻ ഒമാൻ. ഇന്നലെ ഗ്രാൻഡ് മോസ്കിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്ന് രാവിലെ വന്നത് ഫോട്ടോഷൂട്ടിനാണ്. ഗ്രാൻഡ് മോസ്ക് ഒമാന്റെ വൺ ഓഫ് ദ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്. 2001 ഫോർമർ സുൽത്താൻ കാബൂസിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക് കൾച്ചറും ആർക്കിടെക്ചറും ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തൊരു സാധനമാണ്. ഇതൊരു അറബിക് കൺട്രി ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഇവിടെ എല്ലാ മോസ്കുകളും ഇങ്ങനെയാണ്. ഞാൻ അത്യാവശ്യം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അടിപൊളി ആർക്കിടെക്ചർ സ്റ്റൈലാണ്. ഇസ്ലാമിക് ആൻഡ് ഒമാനി ആർക്കിടെക്ചർ ആണ് ഓഫ് കോഴ്സ്. പിന്നെ ഈ വൈറ്റ് മാർബിൾസ് ഇങ്ങനെ വെയിലത്ത് തിളങ്ങി നിൽക്കുമ്പോൾ ഈ ഫോട്ടോസും വീഡിയോസിലൊക്കെ കാണാൻ ഭയങ്കര അടിപൊളിയാണ്. നേരിട്ട് കാണാനും അടിപൊളിയാണ് കേട്ടോ, പക്ഷെ ഫോട്ടോസ് എടുക്കുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് കാണാൻ. നമ്മുടെ ഇന്ത്യൻ സാൻഡ് സ്റ്റോണും വൈറ്റ് മാർബിളും ആണ് മെയിൻ മെറ്റീരിയൽസ്. ഞാൻ പോയ സമയത്ത് നല്ലോണം ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു, കാരണം മോർണിംഗ് 8 to 11 ടൂറിസ്റ്റിന് ഓപ്പൺ ആണ് എക്സെപ്റ്റ് ഫ്രൈഡേ. ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന മോസ്കിന്റെ കുറെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഇവിടെ ഇല്ല. പക്ഷെ നമ്മൾ കുറച്ച് ഇസ്ലാമിക് ആൻഡ് അറബ് കൾച്ചറിനെ റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു ടൂറിസ്റ്റ് ആയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിലും ബോത്ത് മെൻ ആൻഡ് ഫീമെയിൽ ലോങ് പാൻസ് ആയിരിക്കണം ആൻഡ് ഓൾസോ ലോങ് സ്ലീവ് ആയിരിക്കണം. പിന്നെ ഗേൾസ് ആണെങ്കിൽ ഹെഡും കവർ ചെയ്തിട്ടുണ്ടാവണം. മോർണിംഗ് 8 to 11 ആണ് ടൂറിസത്തിന് ഓപ്പൺ ആയിരിക്കുന്നത്. ബാക്കിയുള്ള സമയത്ത് മോസ്ക് ക്ലോസ്ഡ് ആയിരിക്കും. മുസ്ലിംസിന് എൻട്രി ഉണ്ട്. പിന്നെ ഇൻ കേസ് നമ്മുടെ അടുത്ത് ക്ലോത്ത്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടൂറിസ്റ്റ് ടൈമിൽ പോകുന്ന സമയത്ത് അവിടുന്ന് ഹയർ ചെയ്യാൻ പറ്റും. റെന്റഡ് അബായാസ് ആൻഡ് കന്തൂറാസ് അവിടെ അവൈലബിൾ ആണ്. എനിക്കിതേ ഫുൾ വീഡിയോസ് എടുത്തിരുന്നത് എൻ്റെ നെഫ്യൂ ആണ്. ഇവൻ്റെ പേര് യാസീൻ. ഇവനാണ് എൻ്റെ ഫാമിലിയിലെ ആദ്യത്തെ യൂട്യൂബർ. ഇവനെ പറ്റി ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ എന്തായാലും ചെയ്യാം. ഇന്നത്തെ ഷൂട്ട് അവനിക്കൊരു ഡെമോ ക്ലാസ് ആയിരുന്നു മൊത്തത്തിൽ. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറിയായിരുന്നു. അകത്ത് ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ഇതേപോലെ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ടാവും. നമ്മൾ നിസ്കാര സമയത്ത് ഇത് ഉണ്ടാവില്ല, രാവിലെ മാത്രമാണ് ഈ കാർപ്പറ്റ് ഉണ്ടാവുക. കാരണം എല്ലാവരും ഈ ചാൻലിയർ കാണാൻ വേണ്ടിയിട്ട് അകത്ത് കയറുന്നതാണ്. ഈ ഡോമും ചാൻലിയറും ഗ്രാൻഡ് മോസ്കിന്റെ ഭയങ്കര വലിയൊരു അട്രാക്ഷൻ തന്നെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. പുറത്ത് നല്ല ചൂടാണ്. ഞങ്ങൾ രണ്ടുപേരും നല്ല ടയേർഡായി. ഇനി റൂമിൽ പോയിട്ട് ഉറങ്ങണം. ഉറങ്ങി എണീച്ചപ്പോഴത്തേനും ഈവനിങ് ആയി. പിന്നെ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് രാത്രി മാത്രമാണ് പുറത്തു പോകാൻ പറ്റുക, പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട്. അങ്ങനെ അളിയൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു മാളിൽ പോയി. എൻ്റെ സിസ്റ്ററിന് കാത് കുത്താനുണ്ടായിരുന്നു, അപ്പോൾ അതിനാണ് മെയിനായിട്ട് പോയത്. അങ്ങനെ നമ്മൾ മാളിൽ കയറി നേരെ പോയിട്ട് നക്ഷത്രയിൽ പോയിട്ട് കാതും കുത്തി. പിന്നെ എന്തായാലും മാളിൽ വന്നതുകൊണ്ട് ഇവന്മാരൊന്നും പിടിച്ചാൽ കിട്ടില്ല. നേരെ കളിക്കുന്ന സ്ഥലത്ത് പോയി കുറച്ചു നേരം അവിടെ ഗെയിം സ്പെൻഡ് ചെയ്തു. മറ്റവൻ്റെ പ്രായം മാറിയോണ്ട് അവനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഇല്ല, ഇവന് നല്ല എക്സൈറ്റ്മെന്റ് ആണ്. അപ്പോൾ ബാക്കി അടുത്ത പാട്ടിൽ കാണാം. ബൈ, സിയ.